അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ ഖിയാമ 14-15 സൂക്തങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബൽ എന്നല്ല അൽ ഇൻസാൻ മനുഷ്യൻ, അലാ നഫ്സിഹി അവനെതിരിൽ ബസീറ സാക്ഷിയാണ്, വലൗ അൽഖ അവൻ സമർപ്പിച്ചാലും, മആദീറ ഒഴികഴിവുകൾ. ഇൻസാനു അലാ നഫ്സിഹി ബസീറ മനുഷ്യൻ അവനവനെക്കുറിച്ച് തന്നെ നന്നായി അറിയുന്നവനാണ്. തന്നെക്കുറിച്ച് തന്നെ തനിക്കെതിരായി സാക്ഷി നൽകാൻ കഴിയുന്നവനാണ്. എത്ര തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നല്ല പിള്ള ചമയാൻ ശ്രമിച്ചാലും അവനവൻ്റെ മനസ്സാക്ഷിയുടെ കോടതിയിൽ ഓരോരുത്തർക്കും അറിയാം താൻ ആരാണ് എന്ന്. ആയിരക്കണക്കിന് ആളുകളെ കളവ് പറഞ്ഞു പറ്റിക്കുന്ന മനുഷ്യനറിയാം താൻ പറയുന്നത് കളവാണ് എന്ന്. ലോകത്തെ മുഴുവൻ ആളുകളുടെയും കണ്ണുവെട്ടിച്ച് മോഷണം നടത്തുന്ന മോഷ്ടാവിനറിയാം താൻ ചെയ്യുന്നത് മോഷണമാണ് എന്ന്. പിഴച്ച മാർഗത്തിലൂടെ സഞ്ചരിച്ച് അതിനെ ന്യായീകരിക്കുന്ന വ്യക്തികൾക്കറിയാം ഞാൻ എത്ര ന്യായം പറഞ്ഞാലും എൻ്റെ മാർഗം വേണ്ടത്ര ന്യായമുള്ള മാർഗമല്ല, ശരിയുള്ള മാർഗമല്ല എന്ന്. ഇങ്ങനെ മനസ്സാക്ഷിയുടെ മുന്നിൽ സ്വന്തത്തെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുള്ളവനാണ് മനുഷ്യൻ. താൻ ആരോടൊക്കെ അന്യായം ചെയ്തു, ആരോടൊക്കെ അതിക്രമം പ്രവർത്തിച്ചു, ആരുടെയൊക്കെ അവകാശങ്ങൾ തട്ടിയെടുത്തു, ആരെയൊക്കെ വ്രണപ്പെടുത്തി എന്നുള്ള കാര്യങ്ങൾ മനുഷ്യന് നന്നായി അറിയാം. തൻ്റെ കാരണത്താൽ അവകാശം നഷ്ടപ്പെട്ടവൻ ദുർബലനായതിനാൽ ഒരുപക്ഷെ അത് തിരിച്ചു ചോദിക്കാനോ തിരിച്ചു മേടിക്കാനോ കഴിവില്ലാത്തവനാണെങ്കിൽ കൂടി താൻ ചെയ്ത് തെറ്റായിരുന്നു എന്ന് ഈ അവകാശ ധ്വംസകന് നന്നായി അറിയും. അള്ളാഹുവിൻ്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോൾ ഈ തിന്മകളെല്ലാം തൻ്റെ ചുമലിലുണ്ട് എന്ന ബോധത്തോടു കൂടി തന്നെയായിരിക്കും തെമ്മാടികൾ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുക. ഭൂമിയിൽ എന്ത് ന്യായീകരണങ്ങൾ നിരത്തിയാലും പടച്ചവൻ്റെ കോടതിയിൽ അവർ ഈ തെറ്റുകളെക്കുറിച്ച് നല്ല ബോധത്തോടെയായിരിക്കും എത്തുക എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് മനുഷ്യൻ്റെ ഉള്ളിൽ മനുഷ്യൻ്റെ തന്നെ കർമ്മങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടാണ്, നിരീക്ഷണമാണ്. അതിനെ തല്ലിയൊതുക്കിയും തളർത്തിയുമാണ് തിന്മയുടെ പാതയിൽ മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. ഫലാ ഉഖ്സിമു ബിൻ നഫ്സിൽ ലവ്വാമ, നീ ചെയ്ത് തെറ്റാണ് എന്ന് നിന്നോട് തന്നെ പറയുന്ന ഒരു ആത്മാവിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. നമ്മിൽ ഓരോരുത്തരിലും ആ ആത്മാവുണ്ട്. അതിനെ വളർത്തി വലുതാക്കാൻ നാം തയ്യാറായാൽ മാത്രം മതി ഒരുപാട് നിലക്ക് നാം മാറാൻ, ഒരുപാട് സൽഗുണങ്ങൾ നമ്മളിൽ കരുപ്പിടിപ്പിക്കാൻ, ഒരുപാട് ദുർഗുണങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ. വലൗ അൽഖാ മആദീറ, എന്തു തന്നെ ന്യായങ്ങൾ നിരത്തിയാലും എത്ര തന്നെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും അവനവൻ അറിയുന്ന ഒരറിവുണ്ട്. ആ അറിവ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ്. അറിഞ്ഞുകൊണ്ടാണ് പഴച്ചത്, അറിഞ്ഞുകൊണ്ടാണ് തെറ്റിൻ്റെ പാതയിൽ സഞ്ചരിച്ചത്. അതിനാൽ സ്വാഭാവികമായും ഈ തെറ്റിൻ്റെ കണക്കുകൾ മനുഷ്യൻ ബോധിപ്പിച്ചേ തീരും. അവനവനെക്കുറിച്ചുള്ള അറിവ് മനസ്സാക്ഷിയുടെ കോടതിയിൽ മനസ്സാക്ഷിയെ വഞ്ചിക്കാതെ അറിവിനനുസരിച്ച് മാറ്റേണ്ടത് മാറ്റാനും തിരുത്തേണ്ടത് തിരുത്താനും കൊള്ളേണ്ടത് കൊള്ളാനും തള്ളേണ്ടത് തള്ളാനും ഒരു വിശ്വാസിക്കും സാധ്യമാകേണ്ടതുണ്ട്. ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ بل الإنسان على نفسه بصيرة ولو ألقى معاذيره ജീവിതത്തെ നന്മയുടെ വഴിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുമാറാവട്ടെ.